ഹലോ ഫ്രണ്ട്സ്, നമുക്കുള്ള പല പ്രശ്നങ്ങൾക്കും നമ്മുടെ വീട്ടിൽ തന്നെ പരിഹാരമുണ്ട് എന്ന് നമ്മൾ ചെയ്യാറുമില്ല, അറിയാറുമില്ല, ഓർക്കാറുമില്ല. അപ്പോൾ അത്തരം കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമുക്ക് അടുക്കളയിൽ ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കോട്ടൻ്റെ തുണിയെ അതുപോലെ മടക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നീളത്തിലാണ് കട്ട് ചെയ്ത് വീതി കുറച്ചിട്ടോ വീതി കൂട്ടിയിട്ടോ ഒക്കെ നമുക്കതുപോലെ കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് കോട്ടൻ്റെ തുണി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ തുണി കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇനി നമുക്ക് വേണ്ടത് ഒരു കനം കുറഞ്ഞ കമ്പിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. കനമുള്ള കമ്പിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മടക്കിയിട്ട് ഇതുപോലെ അതൊന്ന് ടൈറ്റ് ചെയ്ത് പിരിച്ച് ടൈറ്റ് ചെയ്യാനുള്ളൊരു പറ്റുന്ന രീതിയിലുള്ള കമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പിയുടെ നടുഭാഗത്ത് ഈ തുണി വെച്ചിട്ട് അത് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ മോപ്പ് എങ്ങനെ ഉണ്ടാവും ആ രീതിയിലേക്ക് നമ്മൾ മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ബ്രഷ് പോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നമ്മളൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് വയ്ക്കും. നമ്മൾ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ എണ്ണയിലേക്ക് കുറച്ച് ഏകദേശം ആ ഒരു എണ്ണയുടെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് സ്പൂൺ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എണ്ണ ദോശക്കല്ലിൽ തുടയ്ക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ദോശ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയെടുക്കും. ആ ചൂടായ സമയത്ത് ദോശ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദോശക്കല്ല് അതിൻ്റെ ചൂടിനെ ക്രമപ്പെടുത്താനും അതേപോലെ തന്നെ നമുക്ക് ദോശക്കല്ല് നല്ല മയം വരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ തവണ ദോശക്കല്ലിൽ ഈ ഒരു ഇത് തേച്ച് കഴിഞ്ഞാൽ ദോശ നന്നായിട്ട് കിട്ടുന്നതാണ്. ഒട്ടി പിടിക്കുകയൊന്നുമില്ലാതെ നമുക്ക് ദോശക്കല്ലിൻ്റെ ചൂടിനെ കുറയ്ക്കാനും ദോശ നന്നായിട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി നോക്കി നോക്കൂ. ഒട്ടും തന്നെ കല്ലിൽ പിടിക്കാണ്ട് നിങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ദോശ ചുടുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഡവറ അടി പരന്നിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കനമില്ലാണ്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണേ. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഗ്ലോബറി ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. നമ്മുടെ മുഖത്തും കഴുത്തിലും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും കരിമങ്ങല്യം പോവാനും കരിവാളിപ്പ് മാറാനും മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഒരു തരത്തിലുള്ള കെമിക്കലോ ചേർത്താണ് തയ്യാറാക്കിയുള്ള ഈ ഒരു ഫേസ് പാക്ക് പൗഡർ. പ്രായ വ്യത്യാസമില്ലാണ്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിച്ചവർക്ക് 100% റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വാങ്ങിച്ച എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി. തുടർന്നും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചില സമയത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ തന്നെ മറ്റൊന്നും കൂടി നിങ്ങളുമായി എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അനാർക്കലി ഹെയർ ഓയിൽ ഒരുപാട് പേര് വാങ്ങിക്കുകയും അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം. ഇനിയും ഇത് വാങ്ങിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, മുടി വളർച്ചയില്ലായ്മ ഉണ്ടെങ്കിൽ, അകാല നിരയുണ്ടെങ്കിൽ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നം, ഉറക്കമില്ലായ്മ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ടിപ്സ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കഷ്ടപ്പാടാണ്, ഭയങ്കര വേദനയായിരിക്കും. അത്തരത്തിലുള്ള വേദനയെല്ലാം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന അല്ലെങ്കിൽ പല്ലുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതും മോണപ്പല്ലിന് മോണപ്പഴുപ്പ് ഉണ്ടാവാറുണ്ട്, മോണയിൽ വീക്കം ഉണ്ടാവാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്നതാണ്. അത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ദിവസവും ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്രാമ്പു എടുക്കുന്നുണ്ട്. ഒരു 7 ഗ്രാമ്പുമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 7 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു ഉരലിലിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് 2-3 കല്ലുപ്പും കൂടി ചേർത്തി കൊടുക്കാം.
ഈ കല്ലുപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 10-15 ഗ്രാമ്പും കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് സ്ഥിരമായിട്ട് പല്ലുവേദന വരുന്നവർ, അല്ലെങ്കിൽ വായുനാറ്റം ഉള്ളവർ, അതേപോലെ തന്നെ മോണപ്പഴുപ്പ് വരുന്നവർ, അതേപോലെ തന്നെ മോണയിലുണ്ടാകുന്ന വീക്കം വരുന്നവർക്കൊക്കെ ദിവസേന ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും, ചിലപ്പോൾ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും. അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലൊന്ന് ഗ്രാമ്പും കല്ലുപ്പും കൂടി പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് കുടിക്കൊന്നും വേണ്ട, നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതിയാവും. ഒരു നേരം അല്ലെങ്കിൽ 2 നേരത്തേക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൽ അളവിൽ നമുക്ക് ഗ്രാമ്പു എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പൊടിച്ചിട്ടുള്ള ഗ്രാമ്പും കല്ലുപ്പും കൂടി എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു ദിവസം നമുക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്തായാലും ചെയ്യുക കേട്ടോ. ഇത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല്ലുവേദന വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് ദിവസേന ഉപയോഗിക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും വായിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്തെടുക്കുക. അങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് പല്ലിനിടയിൽ എന്തെങ്കിലും ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഗ്രാമ്പു എപ്പോഴും നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതായിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ 2 നേരം നന്നായിട്ട് പല്ല് തേച്ചാലും പല്ലിലുള്ള മഞ്ഞക്കറ പോവാറുണ്ടാവില്ല. അത്തരം പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പറഞ്ഞാൽ വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വേണ്ടത് നമുക്ക് പഴമാണ്. പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ നമുക്ക് ആവശ്യം. പഴം നമുക്ക് കഴിക്കാം. പഴത്തിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പഴത്തിൻ്റെ തൊലിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. തൊലി എടുത്തതിന് ശേഷം ആ ഒരു തൊലിയുടെ ഉൾഭാഗത്തുള്ള ഒരു വെള്ള കളറായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഒരു തൊലിയുടെ ഉൾഭാഗത്തുള്ള ആ ഒരു വെള്ള കളറിലൊക്കെ അതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. 2 പഴത്തിൻ്റെ തൊലിയിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് 2 നേരം പല്ലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴത്തിൻ്റെ തൊലിയിൽ നിന്ന് ഇതുപോലെ എല്ലാം ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണമോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പും കല്ലുപ്പും ചേർത്തിട്ട് പൊടിച്ചില്ലേ, നമ്മളത് ആദ്യം കുറച്ച് മാത്രം എടുത്തിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വായ കൊപ്പിളിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൊടീൻ്റെ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ പഴത്തിൽ നിന്ന് ചുരണ്ടി എടുത്തിട്ടില്ലേ, തൊലിയിൽ നിന്ന് ചുരണ്ടി എടുത്തുള്ള ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉരുളിയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തരുത്. വെള്ളമൊന്നും ചേർത്താണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായി കിട്ടണം കേട്ടോ. നമ്മൾ ആ പഴത്തിൻ്റെ ഒരു നാര് പോലെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതിന് വേണ്ടി കുറച്ചധികം സമയം നമ്മളിതിന് അരയ്ക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ ഇട്ട് അരച്ചെടുത്താലും മതി. അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പേസ്റ്റ്, നിങ്ങൾ പേസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിലും അല്പം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പേസ്റ്റ് അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ പല്ല് വൈറ്റനിങ്ങിനുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ചെയ്തത് നമുക്ക് ഇനി ബ്രഷിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ബ്രഷ് സാധാരണ എങ്ങനെയാണോ തേക്കാറുള്ളത് അതുപോലെ തേക്കാം. ഇത് ചെയ്യാൻ രാവിലെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ എന്തായാലും ഇതുപോലെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക. നിങ്ങളുടെ പല്ല് ഉറപ്പായിട്ടും മഞ്ഞക്കറ മാറി നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഒരു തരത്തിലുള്ള നമുക്ക് പല്ലിന് പ്രശ്നങ്ങൾ വരാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ 100% റിസൾട്ട് കിട്ടുന്നതും കൂടിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.